ഹായ് ഫ്രണ്ട്സ്, അവളിടം ബൈ നീതുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈസി റെസിപ്പിയാണ് കേട്ടോ. ചീസ് ഷെസ്വാൻ മാഗി. പേര് കേട്ടിട്ട് വലിയ സംഭവം എന്ന് വിചാരിക്കരുത് കേട്ടോ, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് വേണം. വെജിറ്റബിൾസ് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ, നമ്മളെ കയ്യിൽ എന്താ ഉള്ളത് അതൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, അതൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ചെറിയ സവാള ആയതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ചെറിയ കഷ്ണമായിട്ട് ചോപ്പ് ചെയ്തിട്ടെടുക്കാം. ഇത് കുട്ടികൾക്ക് പറ്റിയതാണ്. ഇപ്പോൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വെജിറ്റബിൾസൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ടാൽ അവരറിയാതെ തന്നെ അവരെ വയറ്റിലെത്തിക്കോളും. എൻ്റെ മക്കൾക്ക് വെജിറ്റബിൾസ് ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ ഇതേപോലെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതേപോലെ സവാള നമ്മൾ അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ടൊമാറ്റോയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടെടുക്കണം. ഇതുപോലെ തന്നെ ക്യാപ്സിക്കവും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിത് എല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് ഞാനിതിൽ എടുക്കുന്നത്. ഇനി ഇതിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിലും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സോസുകൾ വേണം. അതിനിപ്പോൾ ഞാനിവിടെ ഷെസ്വാൻ സോസ് എടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് എരിവുണ്ടാവും, പുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിന് രുചി കൊടുക്കുന്നത്. പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാഗി ഇതിനകത്ത് വേണം. ഞാൻ ഈ ഒരു പാക്കറ്റ് മാഗിയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് മാഗി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അവർക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. ഇനി പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി അതിനകത്തേക്ക് ഞാനൊരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് ഈ സവാള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തക്കാളി ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴലൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ സോസ് ഒഴിച്ചു കൊടുക്കുക. ഷെസ്വാൻ സോസ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഈ സോസിന് കുറച്ച് എരിവുണ്ടായിരിക്കും. ഒന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചേർത്ത് 2 ടേബിൾ സ്പൂണ് ഷെസ്വാൻ സോസ് കറക്റ്റ് എരിവായിരിക്കും, കുട്ടികൾക്ക് കൂടുതലൊന്നും ഉണ്ടാവില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ മാഗി വേവുന്നതിന് ആവശ്യത്തിനായുള്ള വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ഈ മാഗി മുഴുവനോടെ ഇടുകയല്ല ചെയ്യുന്നത്, ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അതിൻ്റെ കൂടെ ഉണ്ടാവണ മസാല പാക്ക് ഉണ്ടാവുമല്ലോ, മാഗീൻ്റെ കൂടെ ഉണ്ടാവണേ, അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഇടയിലൊരു കാര്യം പറയാനുണ്ടായിരുന്നേ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് മാഗി വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ആ മാഗിയൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചീസ് ചേർക്കാനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് ചീസ് ഞാനിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കഷ്ണം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ചൂടിൽ കിടന്നത് നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.